അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബ് തആല ഗഫൂറാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ന്യൂനതയാണ്. പടച്ചതമ്പുരാൻ എന്തും പുറത്തൊരു നമുക്ക് എന്തും ചെയ്യാം എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. തൗബ ചെയ്ത് തിന്മയിൽ നിന്ന് പിന്മാറി തൗബ ചെയ്യാം. ഇപ്പോൾ നിസ്കരിക്കാത്ത ഒരാൾ നിസ്കാരം തുടങ്ങിയിട്ടാണ് അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നത്. നുണ പറയുന്ന ഒരാൾ നുണ പറച്ചിൽ നിർത്തിയിട്ടാണ് തൗബ ചെയ്യുന്നത്. വേണ്ടാത്ത എന്തെങ്കിലും ദുശ്ശീലങ്ങളുള്ള ആളുകൾ അത് നിർത്തിയിട്ടാണ് അള്ളാഹുവിനോട് തൗബ ചെയ്യുക. നേരെ മറിച്ച് എപ്പോഴെങ്കിലും തൗബ ചെയ്യുന്നതിനിടയിൽ, ഇപ്പോൾ റമളാനൊക്കെ വരുമ്പോൾ ഒരുപാട് തൗബ ചൊല്ലുന്ന മജ്ലിസുകളൊക്കെ ഉണ്ടാവും. എപ്പോഴെങ്കിലും ഖൽബിൻ്റെ ഉള്ളിൽ ഞാൻ ചാൻസ് കിട്ടിയും ചെയ്യും, അങ്ങനെയാണെങ്കിൽ തൗബയല്ല, ലഹിക്കാല അള്ളാഹിനെ കളിയാക്കലാണെന്നാ. പടച്ചോനെ ഞാൻ ഒരിക്കലും ഞാൻ തെറ്റിലേക്ക് പോകില്ല എന്ന് പറയുമ്പോൾ ഖൽബിൻ്റെ ഉള്ളിൽ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ വാക്ക് കൊടുക്കുന്നവർക്ക് ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തെറ്റുകളൊക്കെ അള്ളാഹു നന്മയാക്കി മാറ്റി കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഖൽബിൻ്റെ ഉള്ളിൽ ആ ഒരു ഇൻറ്റൻഷൻ, എനിക്ക് നന്നാവണം, എനിക്ക് അള്ളാഹുവിലേക്ക് അടുക്കണം, എന്നിട്ടും പിന്നെ തെറ്റിലേക്ക് തിരിച്ചുപോയി വീണ്ടും തൗബ ചെയ്യണം. ആ തൗബ ചെയ്യുന്ന നേരത്ത് ഒരിക്കലും ഞാൻ ഈ തെറ്റിലേക്ക് ചാൻസ് കിട്ടിയാൽ പോകും എന്ന ഒരു ചിന്തയെ വരാൻ പാടുള്ളതല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് തൗബയല്ല, അപ്പോൾ അത് തൗബയാവില്ല. തൗബ ആവണമെങ്കിൽ പൂർണ്ണമായും അള്ളാഹുവിന് വാക്കുകൊടുക്കണം, ഇനി ഞാൻ ചെയ്യൂല പടച്ചോനെ. അങ്ങനത്തെവർക്ക് തുമ്മ താബ അല്ലാഹു അലൈഹിം ലിയതൂബു, അള്ളാഹുവിൻ്റെ തൗബ സ്വീകരിക്കും. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ.